നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയന്റെ കിരാതഭരണം മാറും എന്നു തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. UDF അധികാരത്തിൽ വരുന്നത് സ്വപ്നം കാണുമ്പോഴും UDF വരുന്നത് സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തോടു കൂടി കേരളത്തിൽ ജീവിക്കാനുള്ള അവസ്ഥയുണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും കേരളത്തിലെ ജനങ്ങളെ UDFനെ അധികാരത്തിലേറ്റാൻ ആഗ്രഹിച്ച, അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങൾക്ക് നിരാശയുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടിയുള്ള തർക്കം രൂക്ഷമായിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി കുപ്പായം തയ്പ്പിച്ചു വെച്ച് തയ്യാറായിരിക്കുന്ന പല നേതാക്കളും അവരുടെ അണികളെ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ തങ്ങൾക്ക് ഉപകാരമാവുന്ന, അല്ലെങ്കിൽ തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല പ്രചരണങ്ങളും നടത്തുന്നുണ്ട്. ഇത് വളരെ നാണം കെട്ട ഒരു ഇടപാടാണ്. KC വേണുഗോപാലിന്റെ പേരാണ് പലപ്പോഴും ഉയർന്നു കേൾക്കുന്നത്. K. സുധാകരൻ മുമ്പ് പറഞ്ഞത് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നുള്ളതാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൊന്നും അത്ര സജീവമല്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുന്നുണ്ടോ, താൻ മുഖ്യമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി കേരളത്തിൽ നിന്നുണ്ടാകുമെന്നാണ്. അപ്പോൾ VD സതീശനാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. VD സതീശന് വേണ്ടി മുഹമ്മദ് ഷിയാസൊക്കെ വലിയ രീതിയിൽ വാദിച്ചു. VD സതീശൻ്റെ സമൂഹ മാധ്യമങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നവരൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ VD സതീശന് വേണ്ടി പ്രചാരണം നടത്തുന്നുണ്ട്. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയാൽ വലിയ രീതിയിൽ ഇവിടെ കേരളം എടുത്ത് മറച്ചു വയ്ക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ഇനി KC വേണുഗോപാലിൻ്റെ കാര്യമെടുക്കാം. KC വേണുഗോപാൽ ഒരുപക്ഷെ നിന്നാൽ പോലും തോൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാരണം KC വേണുഗോപാൽ എന്താണെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാം. ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പമുള്ള ചിലയിടങ്ങളിൽ നിന്ന് പറഞ്ഞു കേൾക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തിനായി KC വേണുഗോപാൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ്. ഹൈക്കമാൻഡുമായും സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും ഒക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് KC വേണുഗോപാൽ. അദ്ദേഹം മാറി നിന്ന് കളി കാണുകയായിരുന്നു. ഇനി മെയ് 4-ന് വോട്ടെടുപ്പ് കഴിഞ്ഞ് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരുപക്ഷെ വേണുഗോപാൽ ജയിക്കുമെന്നുറപ്പുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ചേക്കാം. അത് UDF സ്ഥാനാർത്ഥി മത്സരിച്ച മണ്ഡലമാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം ജയിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരെങ്കിലും നിന്ന് ജയിച്ച മണ്ഡലത്തിൽ KC വേണുഗോപാൽ നിന്ന് മത്സരിച്ച് ജയിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായാലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ഒരിക്കലും അതൊരു നല്ല കീഴ്വഴക്കമല്ല. KC വേണുഗോപാലിന് എതിർപ്പുള്ള വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. പക്ഷേ ഹൈക്കമാൻഡിനെ ഭയന്ന് അവർ പലരും നിശബ്ദരായിരിക്കുകയാണ്. ഇനി VD സതീശൻ്റെ കാര്യം, അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ പോലും യോഗ്യനല്ല എന്ന് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി അദ്ദേഹം തന്നെ തെളിയിച്ചതാണ്. കാരണം സർക്കാരിനെ മുട്ടുകുത്തിക്കേണ്ട ഒരു കേസുകളിൽ പോലും അദ്ദേഹം കോടതിയെ സമീപിച്ചതായിട്ട് അറിയില്ല. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഒരു പ്രസ്താവന നടത്തും എന്നുള്ളതല്ലാതെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുന്നത്, ഇത്തരത്തിലുള്ള ഒരു ആശങ്ക ജനങ്ങളിൽ ഉണ്ടാക്കുന്നത് അത് വളരെ മോശപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതേക്കുറിച്ച് ഈ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെക്കുറിച്ച് അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബെന്നി ബെഹനാൻ MP ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ശരിയായിട്ടുള്ളതാണ്. സോഷ്യൽ മീഡിയ മുഖേനയല്ല, പാർട്ടിയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത്. ഇതെല്ലാം മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് വളരെ ഹൃദയഭേദകമായ കാര്യമാണ്. അത് അവസാനിപ്പിക്കണം. വരാൻ പോകുന്ന വിജയത്തിൻ്റെ മഹത്വവും ശോഭയും കെടുത്തുന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. അത് ഒഴിവാക്കാനുള്ള ശ്രമം കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുക്കണം. ഇത്തരം ശ്രമങ്ങൾ കോൺഗ്രസ് തള്ളിപ്പറയണം. ഇത് കോൺഗ്രസിന് ഗുണകരമല്ല, അവസാനിപ്പിക്കണമെന്ന് പറയണം. വീണ്ടും ആവർത്തിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ശക്തമായ നിലപാടെടുത്താൽ ഇത് അവസാനിക്കും എന്നാണ് ബെന്നി ബെഹനാൻ പറയുന്നത്. അത് മാത്രമല്ല, ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങളെ അവസാനിപ്പിക്കാനുള്ള ശ്രമം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ വന്നപ്പോഴാണ് കോൺഗ്രസ് കമാൻഡിന് കത്ത് നൽകിയത്. ആരെയും വ്യക്തിപരമായി പരാമർശിച്ചിട്ടില്ല. കുറേ ആളുകൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അവർക്ക് കോൺഗ്രസ് പാർട്ടിയെ നന്നാക്കുക എന്നുള്ളതല്ല ലക്ഷ്യം. അവർക്ക് അവരുടേതായ വാർത്തകളും റീലുകളും വരുത്തിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിനാണ് അവർ ലക്ഷങ്ങൾ കൊടുത്ത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ആൾക്കാരെ നിയമിച്ച് അവർക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നത്. VD സതീശൻ്റെയൊക്കെ സമൂഹ മാധ്യമ അക്കൗണ്ട് നോക്കിയാൽ നമുക്കറിയാം, അദ്ദേഹം എന്തോ വലിയൊരു അമാനുഷികനായിട്ടുള്ള ഒരു പരിവേഷമാണ് അദ്ദേഹത്തിന് പിന്താങ്ങുന്നവർ അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. അദ്ദേഹം എന്താണെന്നും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ 99% താനൊരു പരാജയമാണെന്നും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞതാണ്. അത് നമുക്ക് തന്നെ അറിയാവുന്നതുമാണ്. കോൺഗ്രസിലെ ഈ തമ്മിലടി പണ്ടേ കുപ്രസിദ്ധമാണ്. ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് അതിനൊരു മാറ്റമുണ്ടായത്. പല പൊട്ടിത്തെറികളുമൊക്കെ ഉണ്ടായെങ്കിലും അത് പുറത്തേക്ക് വരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ഒരുവിധം സാധിച്ചിരുന്നു. എന്നാൽ
വിജയം ഏറെക്കുറെ ഉറപ്പായ ഈ അവസരത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അടിപിടി കൂടുമ്പോൾ അത് പാർട്ടിക്ക് ദോഷം ചെയ്യും, അത് എതിരാളികൾ മുതലെടുക്കും, കോൺഗ്രസ് നേതാക്കളും പ്രസ്ഥാനവും നാണം കെടും എന്നുള്ള കാര്യം ഇനിയെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ മനസ്സിലാക്കണം, അണികൾ തിരുത്തണം. ഒരു യോഗ്യനായ ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ലെങ്കിൽ കേരളത്തിൽ പാർട്ടിയുടെയും കേരളത്തിൻ്റെയും അവസ്ഥ പരിതാപകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.